ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാമെന്ന് വെച്ചിരിക്കുന്നു. നമുക്ക് കേൾക്കാം. 18-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ സൈന്യത്തെ ഉപയോഗിച്ച് ഇന്ത്യൻ ജനതയെ അടിച്ചമർത്തി. ഇവരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടന്നത്. തുടർന്ന് 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കരിച്ചു. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇതിനുവേണ്ടിയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. 1947 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തുടങ്ങിയ നിരവധി ആഘോഷ പരിപാടികൾ രാജ്യത്ത് നടത്തും. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തും. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ മരിച്ചവർക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലികൾ സമർപ്പിക്കും. ഉസ്താദ് ബിസ്മില്ലാഹിൻ്റെ ഷെഹനായി സംഗീതത്തോടെയാണ് പരിപാടികളുടെ തുടക്കം. പതാക ഉയർത്തൽ, പരേഡുകൾ, മറ്റ് സാംസ്കാരിക പരിപാടി എല്ലാം ഉണ്ടാകും. സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യവും അറിയാനും രാജ്യത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാനും ഈ ദിവസം നമുക്ക് പ്രചോദനം നൽകുന്നു. സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾക്കായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഓഫീസുകളിലെ അസോസിയേഷനിലെ ഒക്കെ പതാകകൾ ഉയർത്തി കുട്ടികൾക്കായി മത്സരങ്ങളും ഒക്കെ നടത്തും. ഇന്ത്യൻ തപാൽ ഓഗസ്റ്റ് 15 പുതിയ സ്റ്റാമ്പുകൾ പുറത്തിറക്കും. സ്വാതന്ത്ര്യദിനത്തിൽ മികച്ച ധീരതയ്ക്കുള്ള അവാർഡുകൾ സൈനികർക്കും പോലീസിനും മെഡലുകൾ നൽകി ആദരിക്കുന്നു. ഇതൊക്കെയാണ് സ്വാതന്ത്ര്യദിനത്തിലെ പരിപാടികൾ. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങളും പങ്കാളികളാകണം. നിങ്ങളുടെ സ്കൂളുകളിലും ഒക്കെ നിങ്ങളെ ഇതിനെക്കുറിച്ച് പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ കാണുമായിരിക്കും അല്ലേ? എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കാണും. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവണം.